മനുഷ്യ ചരിത്രത്തിൽ പ്ലാറ്റോ, ഗലീലിയോ, ബീഥോവൻ, എഡിസൺ, ഐൻസ്റ്റീൻ തുടങ്ങി ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭകൾക്കെല്ലാം അറിയാമായിരുന്ന ഒരു രഹസ്യമുണ്ട്. നൂറ്റാണ്ടുകളായി കുറച്ചു പേർ മാത്രം അറിഞ്ഞിരുന്ന, പലരും ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വലിയ രഹസ്യം. ഈ രഹസ്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും നേടാം, എന്തും ആകാം, എന്തും സ്വന്തമാക്കാം. അതാണ് റോണ്ട ബേൺ തൻ്റെ ദ സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ പണമോ ആരോഗ്യമോ സന്തോഷമോ സ്നേഹമോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക താക്കോലിനെ കുറിച്ചാണ് നാം ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഇത് വെറും ഒരു പുസ്തകമല്ല, നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാൻ പോകുന്ന ഒരു വലിയ യാത്രയാണ്. എന്താണ് ഈ രഹസ്യം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് ആകർഷണ നിയമം അഥവാ ദ ലോ ഓഫ് അട്രാക്ഷൻ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമമാണിത്. ലളിതമായി പറഞ്ഞാൽ സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ ഒരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നുവോ ആ കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. മനുഷ്യൻ്റെ മനസ്സ് ഒരു വലിയ ട്രാൻസ്മിറ്റർ പോലെയാണ്. നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ നിരന്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഫ്രീക്വൻസി പ്രപഞ്ചത്തിലേക്ക് പോവുകയും അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം, നിങ്ങളുടെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ബന്ധങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ കഴിഞ്ഞകാല ചിന്തകളുടെ ഫലമാണ്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. എനിക്ക് ഈ കടങ്ങൾ വേണ്ട, എനിക്ക് ഈ അസുഖം വേണ്ട, എനിക്ക് ഈ ജോലി വേണ്ട എന്നിങ്ങനെ. എന്നാൽ ആകർഷണ നിയമത്തിന് വേണ്ട എന്ന വാക്ക് മനസ്സിലാകില്ല. നിങ്ങൾ കടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ കടങ്ങൾ നൽകുന്നു. രോഗത്തെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ കൂടുതൽ രോഗങ്ങൾ നൽകുന്നു. അതിനാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടാത്തത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങുക. വിജയത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ഈ നിയമം ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാം? അതിനായി റോണ്ട ബേൺ വളരെ ലളിതമായ 3 പടികൾ അടങ്ങുന്ന ഒരു പ്രക്രിയ വിശദീകരിക്കുന്നുണ്ട്. ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. ഇതിലെ ആദ്യത്തെ പടി ചോദിക്കുക എന്നതാണ്. പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി ചോദിക്കുക. നിങ്ങളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് പോലെയാണിത്. വളരെ കൃത്യമായിരിക്കണം നിങ്ങളുടെ ആവശ്യം. എനിക്ക് കുറച്ച് പണം വേണം എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഇത്ര രൂപ വേണം എന്ന് കൃത്യമായി തീരുമാനിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തെ അറിയിക്കുക. രണ്ടാമത്തെ പടിയാണ് വിശ്വസിക്കുക. നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലർക്കും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യം. അതെപ്പോഴാണ് വരിക, എങ്ങനെയാണ് വരിക എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. അത് പ്രപഞ്ചത്തിൻ്റെ ജോലിയാണ്. ആ കാര്യം ഇതിനകം നിങ്ങളുടെ സ്വന്തമായി കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ ജീവിക്കുക. ഒരു കാർ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡെലിവറി കിട്ടും എന്ന് ഉറപ്പുള്ളതുപോലെ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും എന്ന് 100% വിശ്വസിക്കുക. സംശയങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. മൂന്നാമത്തെ പടിയാണ് സ്വീകരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. നിങ്ങളുടെ വികാരങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. നല്ല വികാരങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നല്ല സിഗ്നലുകൾ നൽകുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. സങ്കടവും നിരാശയും നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് അകറ്റുന്നു. എപ്പോഴും സന്തോഷവാനായിരിക്കുക, ആഗ്രഹങ്ങൾ സഫലമായി എന്ന തോന്നലിൽ ജീവിക്കുക. ഈ ആകർഷണ നിയമം വേഗത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട 2 പ്രധാന കാര്യങ്ങൾ പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് കൃതജ്ഞതയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രപഞ്ചത്തോട് നന്ദി പറയുക. പരാതികൾ പറയുന്നതിന് പകരം നിങ്ങൾക്ക് കഴിക്കാൻ ലഭിക്കുന്ന ഭക്ഷണം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ വീട്, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ എന്നിവയ്ക്കെല്ലാം നന്ദി പറയുക. നന്ദിയുള്ള ഒരു മനസ്സ് കൂടുതൽ നല്ല കാര്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു വലിയ കാന്തമാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ പ്രായോഗിക രീതിയാണ് വിഷ്വലൈസേഷൻ അഥവാ മനസ്സിൽ കാണുക എന്നത്. നിങ്ങൾക്ക് വേണ്ട കാര്യം ലഭിച്ചതായി കണ്ണടച്ച് മനസ്സിൽ വ്യക്തമായി സങ്കല്പിക്കുക.
ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പുതിയൊരു വീട് വേണമെങ്കിൽ ആ വീടിൻ്റെ താക്കോൽ കയ്യിൽ പിടിക്കുന്നതും ആ വീടിൻ്റെ വാതിൽ തുറക്കുന്നതും പുതിയ മുറികളിലൂടെ നടക്കുന്നതുമെല്ലാം കൃത്യമായി മനസ്സിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ആ ആഗ്രഹം യാഥാർത്ഥ്യമായി എന്ന തോന്നൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ശക്തമായി പതിയുന്നു. ലോകത്തിലെ മികച്ച കായിക താരങ്ങളും വ്യാവസായികളും തങ്ങളുടെ ജീവിതത്തിന് മുൻപ് തന്നെ ആ വിജയം മനസ്സിൽ കണ്ട് പരിശീലിക്കുന്നവരാണ്. നിങ്ങളുടെ ചിന്തകളെ ഒരു സിനിമ പോലെ മനസ്സിൽ കാണുക. മിക്ക ആളുകളും ഈ രഹസ്യം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് പണം സമ്പാദിക്കാനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ചുരുക്കം ചിലർ മാത്രം വലിയ സമ്പന്നരാകുന്നതും ബാക്കിയുള്ളവർ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും? പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് അതിന് കാരണം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കടങ്ങളെക്കുറിച്ചും ബില്ലടയ്ക്കുന്നതിനെക്കുറിച്ചും പണത്തിൻ്റെ കുറവിനെക്കുറിച്ചും ചിന്തിച്ചാൽ ആ കുറവുകൾ മാത്രമാണ് ജീവിതത്തിൽ നിലനിൽക്കുക. പണം സമ്പാദിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന ചിന്ത മാറ്റുക. പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ എളുപ്പത്തിൽ ഒഴുകി വരുന്നത് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടെന്ന സമൃദ്ധിയുടെ ചിന്ത മനസ്സിൽ വളർത്തിയെടുക്കുക. പണം ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്ന് പണം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതാണ്. നിങ്ങൾ സന്തോഷത്തോടെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എന്ന ശക്തമായ സന്ദേശമാണ് പ്രപഞ്ചത്തിന് ലഭിക്കുന്നത്. നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മുടെ ചിന്തകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ഭയവും ഉത്കണ്ഠയുമാണ് പലപ്പോഴും രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ഒരസുഖം വരുമ്പോൾ നാം എപ്പോഴും ആ അസുഖത്തെക്കുറിച്ചും അതിൻ്റെ വേദനയെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കും. ഇത് ആ രോഗം കൂടുതൽ വഷളാകാനേ സഹായിക്കും. പകരം നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന സമയം മനസ്സിൽ കാണുക. രോഗത്തെക്കുറിച്ചുള്ള സംസാരം ഒഴിവാക്കി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള അപാരമായ കഴിവുണ്ട്. സന്തോഷമുള്ള ചിന്തകളും പോസിറ്റീവായ മനോഭാവവും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തെ വേഗത്തിൽ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ചിരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കുടുംബത്തിലും ജോലി സ്ഥലത്തും നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ ആകർഷണ നിയമം നമ്മെ സഹായിക്കും. മറ്റുള്ളവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നതാണ്. നിങ്ങളെ തന്നെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളുടെ പങ്കാളിയിലോ സുഹൃത്തുക്കളിലോ ഉള്ള കുറ്റങ്ങളും കുറവുകളും എപ്പോഴും നോക്കിക്കാണുന്ന ശീലം മാറ്റുക. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുക. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. മറ്റുള്ളവരിലെ നന്മകൾ മാത്രം കാണാൻ ശ്രമിച്ചാൽ ആ ബന്ധം കൂടുതൽ മനോഹരവും ദൃഢവുമാകും. ചുരുക്കത്തിൽ, നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാവ്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ബുദ്ധിമുട്ടുകളോ പരാജയങ്ങളോ നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതമാകുന്ന ബോർഡ് ശൂന്യമാണ്. അതിൽ എന്തെഴുതണം, എന്ത് ചിത്രം വരയ്ക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാവർക്കും വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. അത് ചോദിച്ചു വാങ്ങുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിച്ചു തുടങ്ങുക. നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ അതിനെ ഉടൻ തന്നെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് മാറ്റുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിൽ വിശ്വസിക്കുക. സന്തോഷത്തോടെ അത് സ്വീകരിക്കുക. ഈ വലിയ രഹസ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളിലെ ആ മനോഹരമായ ജീവിതം ഇന്ന് തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങുക.